നമസ്കാരം. ഒരു പുതിയ മാസം ആരംഭിക്കുന്നതായ അവസരത്തിൽ ഏവർക്കും വലിയ പ്രതീക്ഷകൾ ഉണ്ടാകുന്നതാണ്. എന്നാൽ ആ പ്രതീക്ഷകൾ പൂവണിയുമോ, കാര്യങ്ങൾ അനുകൂലമാകുമോ എന്ന സംശയം പലർക്കും ഉണ്ടാകുന്നതുമാണ്. എന്നാൽ പുതിയ മാസം ആരംഭിക്കുന്നതായ അവസരത്തിൽ ചില ജീവികൾ, ചില പക്ഷികൾ വീടുകളിൽ വരുന്നത് ശുഭകരമായ സൂചനയുമായാണ്. ആ മാസം നിങ്ങൾക്ക് അനുകൂലമാകുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ഏതെല്ലാമാണ് ആ ജീവികൾ എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഈ പരാമർശിക്കുന്ന ജീവികളിൽ ഏതെങ്കിലും ഒരു ജീവി ഇന്നേ ദിവസം നിങ്ങളുടെ വീടുകളിൽ വരുന്നത് ശുഭകരം തന്നെയാകുന്നു. ഈ മാസം വന്നു ചേരാൻ പോകുന്ന അനുകൂലമായ കാര്യങ്ങളുടെ മുന്നോടിയായാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ മാസാദ്യ പൂജയുടെ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ ജീവിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് പശുവാണ്. പശുവിന്റെ പ്രാധാന്യം ഏവർക്കും അറിയാം. പശു അതിനാൽ വീടുകളിൽ വരുന്നത് പോലും ഏറ്റവും ശുഭകരമാണ്. ഇന്നേ ദിവസം പറമ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന്റെ അരികിലായി വരികയാണ് എങ്കിൽ അത് വിശേഷപ്പെട്ടതായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കാം. ഇന്നേ ദിവസം നിങ്ങൾ പുറത്തിറങ്ങുന്നതായ അവസരത്തിൽ അപ്രതീക്ഷിതമായി പശുവിനെ കാണുകയാണ് എങ്കിൽ അതും ശുഭകരമായ ലക്ഷണമായി തന്നെ പരാമർശിക്കാം. വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ മാസത്തിൽ വന്നു ചേരാൻ പോകുന്നതായ സൗഭാഗ്യങ്ങളെ, ഐശ്വര്യങ്ങളെ ഇതിലൂടെ അർത്ഥമാക്കുന്നു എന്നതാണ് വാസ്തവം. മറ്റൊന്ന് പല്ലിയാണ്. ഇന്നേ ദിവസം പ്രത്യേകിച്ചും തുളസിക്ക് അരികിലായി പല്ലിയെ കാണുന്നത് വിശേഷപ്പെട്ട ലക്ഷണമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നു. കൂടാതെ പ്രധാന വാതിലിലൂടെ പല്ലി ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതും വിളക്ക് തെളിയിക്കുമ്പോൾ ശബ്ദം ഉണ്ടാക്കുന്നതും ആ വീടുകളിൽ മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം വർദ്ധിച്ചിരിക്കുന്നു. മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ആ വ്യക്തികൾക്ക് വന്ന് ചേർന്നിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും. ശുഭകരമായ ഒരു ലക്ഷണമാണ്. മറ്റൊന്ന് ചെമ്പോത്ത് അല്ലെങ്കിൽ ഉപ്പനാകുന്നു. ഉപ്പനെ വീടുകളിൽ കാണുന്നത് ഏറ്റവും ശുഭകരവും ആ വീടുകളിൽ സൗഭാഗ്യം വന്നു ചേരുവാൻ പോകുന്നതിൻ്റെ മുന്നോടിയാണ് എന്ന് ഏവർക്കും അറിയാം. എന്നാൽ ലക്ഷ്മി നാരായണ കടാക്ഷമുള്ള വീടുകളിലാണ് ചെമ്പോത്ത് അല്ലെങ്കിൽ ഉപ്പൻ വരിക. അതിനാൽ തന്നെ ചില കാര്യങ്ങൾ ആ വീടുകളിൽ സംഭവിക്കാവുന്നതാണ്. അപൂർവമായി ചെയ്യുന്ന ഒരു കാര്യമാണ് വീടിന് ചുറ്റും നടക്കുക എന്ന കാര്യം. ഉപ്പൻ ഈ കാര്യം ചെയ്യുന്നുണ്ട് എങ്കിൽ ആ വീടുകളിൽ സംഭവിക്കാൻ പോകുന്ന മംഗളകരമായ കാര്യങ്ങൾ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട അനുകൂലമായ ചില കാര്യങ്ങളുടെ സൂചനയാകുന്നു. വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ ഉപ്പന്റെ ശബ്ദം കേൾക്കുകയാണ് എങ്കിൽ മഹാലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഇരട്ടിച്ചിരിക്കുന്നു എന്നും ശുഭകരമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. പ്രധാനമായും വടക്ക് അല്ലെങ്കിൽ കിഴക്ക് ദിശയിൽ ഇവയെ കാണുകയാണ് എങ്കിൽ അത് മഹാഭാഗ്യമായി തന്നെ കണക്കാക്കുവാൻ സാധിക്കും. വന്നു ചേരാൻ പോകുന്നതിൻ്റെ സൂചനയാണ്, അല്ലെങ്കിൽ വന്നു ചേരാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ, ഐശ്വര്യവർദ്ധനവിൻ്റെ സൂചനയായി തന്നെ പരാമർശിക്കാം. തൊഴിൽപരമായ നേട്ടങ്ങൾ, തൊഴിൽ ലഭിക്കുക, തൊഴിൽ മാറുക തുടങ്ങിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ ചെയ്യുകയും അത് നിങ്ങൾക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ നൽകാൻ പോകുന്നു എന്ന സൂചന തന്നെയാകുന്നു. ഭാഗ്യം വർദ്ധിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. എപ്പോൾ കണ്ടാലും ശുഭകരമാണ്. ഇന്ന് കണ്ടാൽ ഈ മാസം മുഴുവൻ ഭാഗ്യം വന്നു ചേരാൻ പോകുന്നതിൻ്റെ സൂചനയായി തന്നെ പരാമർശിക്കാം. മറ്റൊന്ന് പ്രാവാണ്. പ്രാവിനെ വീടുകളിൽ കാണുകയാണ് എങ്കിൽ അത് മഹാഭാഗ്യമായി കണക്കാക്കാം. പ്രത്യേകിച്ചും പ്രധാന വാതിലിന്റെ നേരെയായി പ്രാവിനെ കാണുകയാണ് എങ്കിൽ അത് മഹാഭാഗ്യം തന്നെയാകുന്നു. എന്നാൽ വീടിന്റെ മുകളിൽ ഇരിക്കുകയും കരയുകയും ചെയ്യുകയാണ് എങ്കിൽ അത് ദോഷകരമാണ്. എന്നാൽ ഇണപ്രാവുകളെയാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ ഏറ്റവും ശുഭകരമായ ലക്ഷണങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ കാര്യവിജയങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്നും പല വ്യക്തികളെയും നിങ്ങൾക്ക് അല്ലെങ്കിൽ ശത്രുക്കളായ വ്യക്തികളാണ് എങ്കിൽ പോലും അവരുടെ പ്രവൃത്തികളെ തടഞ്ഞ് വിജയങ്ങൾ നേടുവാൻ സാധിക്കുകയോ ശുഭകരമായ വാർത്തകൾ കൂടുതലായി കേൾക്കുവാൻ പോകുന്നതിൻ്റെ സൂചനയായും
പരാമർശിക്കുവാൻ സാധിക്കും. മറ്റൊന്ന് കാക്കയാണ്. കാക്ക വീടുകളിൽ വരുന്നത് ശുഭകരം തന്നെയാകുന്നു. പ്രത്യേകിച്ചും കിഴക്ക്, വടക്ക് കിഴക്ക്, വടക്ക് ദിശയിൽ ഇരുന്ന് കരയുകയാണ് എങ്കിൽ അതീവ ശുഭകരമായ ഒരു ലക്ഷണമാണ്. പ്രത്യേക രീതിയിൽ ശബ്ദമുണ്ടാക്കുന്നതും അതിവിശേഷം തന്നെയാകുന്നു. സസ്യങ്ങൾ, മഞ്ഞ വസ്തുക്കൾ, ധാന്യങ്ങൾ എന്നിവ കൊത്തിക്കൊണ്ടുവന്നിടുന്നതും മണ്ണ് കൊത്തിക്കൊണ്ടുവന്നിടുന്നതും ഏറ്റവും വിശേഷമാകുന്നു. അത് കമ്പുകളാണ് എങ്കിലും ശുഭകരമാണ്. മഹാഭാഗ്യം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നതിൻ്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ചെയ്യുന്നതായ പല പ്രവൃത്തികളിലും വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നതിൻ്റെ സൂചനയായും പരാമർശിക്കാം. ശുദ്ധജലം കാക്ക കുടിക്കുന്നതായി നിങ്ങൾ കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു ലക്ഷണമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ മഹാഭാഗ്യം വന്നു ചേരാൻ പോകുന്നു. അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ പല ദുരിതങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിയുകയും ഭാഗ്യം കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും. വിശേഷാൽ ലക്ഷണം തന്നെയാണ്. മറ്റൊന്ന് മൂങ്ങയാണ്. മൂങ്ങയെ പകൽ സമയം നിങ്ങളുടെ വീടുകളിൽ കാണുന്നത് മഹാഭാഗ്യമാണ്. കാരണം ആ വീടുകളിൽ മഹാലക്ഷ്മി പ്രവേശിച്ചു എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കേണ്ടത്. അതിനാൽ നാൾക്ക് നാൾ ഉയർച്ച, സൗഭാഗ്യം ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നതിൻ്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. മറ്റൊരു പക്ഷിയായി പരാമർശിക്കുന്നത് മയിലാണ്. മയിലിനെ എപ്പോഴും വീടുകളിൽ കാണുവാൻ സാധിക്കണം എന്നില്ല. വളരെ അപൂർവമായി മാത്രമേ പലയിടങ്ങളിലും മയിലിനെ കാണുവാൻ സാധിക്കൂ. എന്നാൽ നിങ്ങളുടെ വീടുകളിൽ ഇന്നേ ദിവസം വരികയാണ് എങ്കിൽ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാലം, നല്ല സമയം ആരംഭിക്കാൻ പോകുന്നതിൻ്റെ സൂചനയായി തന്നെയാകുന്നു. പ്രത്യേകിച്ചും വീടിന് ചുറ്റും നടക്കുകയാണ് എങ്കിൽ മഹാഭാഗ്യവും അപൂർവങ്ങളിൽ അപൂർവവുമാകുന്നു. സർവ ഐശ്വര്യം തന്നെയാണ് വന്നു ചേരുക. കൂടാതെ ശത്രുനാശം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതിൻ്റെയും സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ഉയർച്ച, കർമ്മരംഗത്ത് നേട്ടങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ശുഭകരമായ വാർത്തകൾ കേൾക്കുകയോ അത്തരം കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ്. മറ്റൊന്ന് പാമ്പാകുന്നു. പാമ്പിനെ ഇന്നേ ദിവസം വീടിൻ്റെ പരിസരത്ത് കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ്. മഞ്ഞ നിറത്തിലുള്ള പാമ്പിനെയാണ് കാണുന്നത് എങ്കിൽ ഏറ്റവും വിശേഷമാണ്. മഞ്ഞച്ചേരയെ കിഴക്ക്, വടക്ക് ദിശയിൽ കാണുന്നത് മാസം മുഴുവൻ ഇരട്ടി സൗഭാഗ്യം വന്നു ചേരാൻ പോകുന്നതിൻ്റെ സൂചനയും സാക്ഷാൽ പരമശിവന്റെയും നാഗങ്ങളുടെയും അനുഗ്രഹമുണ്ട് എന്ന് തന്നെയാകുന്നു. അതിനാൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ സാധിക്കുമെങ്കിൽ ഇന്നേ ദിവസം തന്നെ മഹാദേവനെയും അതേപോലെ നാഗദൈവങ്ങളുടെ ക്ഷേത്രത്തിലും ദർശനം നടത്തുവാൻ ശ്രമിക്കുക. ഇന്നേ ദിവസം തന്നെ ഈ കാര്യം ചെയ്യുവാൻ പ്രത്യേക ശ്രദ്ധ വേണം. അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ തീർച്ചയായും ചെയ്യണം. മറ്റൊന്ന് കാളയാകുന്നു. കാളയെ നിങ്ങളുടെ വീടുകളിൽ കാണുകയാണ് എങ്കിൽ അഥവാ വീടുകളിൽ വരികയാണ് എങ്കിൽ ശുഭകരമാണ് കാര്യം. പതിവില്ലാതെ പ്രധാന വാതിലിന് നേരെ വന്ന് ശബ്ദമുണ്ടാക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാകുന്നു. കൂടാതെ ഇന്നേ ദിവസം സസ്യങ്ങൾ കഴിക്കുന്നതായി കാണുന്നതും ഐശ്വര്യം വർദ്ധിക്കുന്നതിൻ്റെയും ഉയർച്ചയും സൗഭാഗ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തേടിയെത്താൻ പോകുന്നതിൻ്റെയും സൂചനയായി തന്നെ പരാമർശിക്കാം. ഏറ്റവും വിശേഷപ്പെട്ടതായ ലക്ഷണമാകുന്നു. പരമശിവന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്ന് തന്നെ അർത്ഥമാക്കാം. അതിനാൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും 1 രൂപ നാണയമെങ്കിലും ഭണ്ഡാരത്തിൽ സമർപ്പിക്കുകയോ അല്ലെങ്കിൽ ഭഗവാന്റെ നടയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വിശേഷം തന്നെയാകുന്നു. മറ്റൊന്ന് പൂമ്പാറ്റയാകുന്നു. പൂമ്പാറ്റയെ ധാരാളമായി വീടുകളിൽ കാണുന്നത് ഏറ്റവും ശുഭകരമാണ്. ആ വീടുകളിൽ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം വർദ്ധിച്ചിരിക്കുന്നു എന്നും സന്തോഷകരവും അതേപോലെ മനസ്സിന് വളരെയധികം കുളിർമ നൽകുന്നതായ ചില കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. കൂടാതെ ഇന്നേ ദിവസം ചെറു കിളികളെ കാണുന്നതും ശുഭകരമാണ്. സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ആ വീടുകളിലുണ്ട് എന്ന് തന്നെ അർത്ഥമാക്കാം. ശുഭകരവും ഭാഗ്യവും ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നതിൻ്റെ ലക്ഷണമായി തന്നെ പരാമർശിക്കാം. ശുഭകരമായ കാര്യങ്ങളാണ് വന്നു ചേരുക.
സമ്പൽ സമൃദ്ധിയും ജീവിതത്തിലേക്ക് വന്നു ചേരാം. പല കാര്യങ്ങളിലും തടസ്സങ്ങൾ ഒരു പരിധിവരെ കുറച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. ഞാൻ ഈ പരാമർശിച്ചിരിക്കുന്നതായ ലക്ഷണങ്ങളിൽ അഥവാ ഈ പരാമർശിച്ചിരിക്കുന്നതായ ജീവികളിൽ ഒരു ജീവിയെങ്കിലും നിങ്ങളുടെ വീടുകളിൽ വരികയാണ് എങ്കിൽ അത് ഈ മാസം നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്ന സൗഭാഗ്യത്തെയും ഐശ്വര്യത്തെയും സൂചിപ്പിക്കുന്നതാകുന്നു.